യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. ഞാൻ ഈ മണിക്കൂറിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ വിശ്വാസമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ ശക്തി ഇച്ചോടെ വർദ്ധിക്കണം. ആ വിശ്വാസം ഇച്ചോടെ ബലപ്പെടണം. നമ്മുടെ വിശ്വാസം കുറെ കൂടെ ബലമാകേണ്ടിയിരിക്കുന്നു. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് അല്പസമയം കേൾക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു അപസ്മാര രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ അപസ്മാര രോഗിയെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവന്നതാ. അവർക്ക് അവനെ സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ അപസ്മാര രോഗിയെ സൗഖ്യമാക്കാൻ നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. കഷ്ടമായിപ്പോയി അല്ലേ? ഒരു പരാതി യേശു എടുക്കുന്നത്, നിന്റെ ശിഷ്യന്മാർക്ക് അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവച്ചു, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. വിശ്വാസമില്ലാത്ത തലമുറ, വഴി പിഴച്ച തലമുറ ഈ കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ച വാക്കുകളാണ്. വിശ്വാസമില്ലാത്ത തലമുറ, വഴി പിഴച്ച തലമുറ. ചേരുവോ ഈ വാക്ക്? ചേരുമെന്നുള്ളൊരു കൈ വീശി കാണിച്ച്. ഇതിലും ചേരുന്നൊരു വാക്കില്ല. വിശ്വാസമില്ലാത്ത തലമുറ, വഴി പിഴച്ച തലമുറ. ഈ അടുത്ത നാളിൽ ഒരു യുവാവ്, ഡിഗ്രിക്ക് പഠിക്കുന്ന, PG ക്ക് പഠിക്കുന്ന ഒരു യുവാവിനോട് പറയുക, അവൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിൽ ചിലരിപ്പോൾ പഠിച്ചു, എൻജിനീയറായി, പലർക്കും ജോലിയായി, പല സ്ഥലങ്ങളിലാണ്, മറ്റ് സ്റ്റേറ്റുകളിലും, പിന്നെ വിദേശത്തും ഓസ്ട്രേലിയയിലും അതിലൊക്കെ പോയി. ഒറ്റ ഒരെണ്ണത്തിന് വിശ്വാസമില്ല. ഇവന് നല്ല ധ്യാനം കൂടിയല്ല, വിശ്വാസവും പ്രാർത്ഥന. പറയുകയാണ്, എൻ്റെ കൂട്ടുകാരും കുർബാനയ്ക്ക് പോകത്തില്ല, കുമ്പസാരിക്കത്തില്ല. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പള്ളി പോയില്ലേൽ, കുമ്പസാരിച്ചില്ലേൽ, വിശ്രുവാനയിൽ പങ്കെടുത്തില്ലേ, എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അവർ ചോദിക്കുന്നു. വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, വഴി പിഴച്ച തലമുറ. വിശ്വാസവുമില്ല, പ്രാർത്ഥനയില്ല. അങ്ങനെങ്കിൽ പിന്നെ വഴിപിഴച്ച ഏതു മാർഗത്തിലും മനുഷ്യന് ജീവിക്കാം. വിശ്വാസമില്ല, ദൈവത്തെ വേണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എന്ത് വൃത്തിയോട് മനുഷ്യൻ കാണിക്കാം. വിശ്വാസ ജീവിതമുണ്ടെങ്കിൽ വഴിപിഴക്കുന്ന രീതി ജീവിക്കാൻ പറ്റുമോ? ദൈവ വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വഴിപിഴച്ച ജീവിതം നയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടാണ് വിശ്വാസം എടുത്തു കളയാൻ വേണ്ടി പിശാച് പല പണികൾ ഇന്ന് ഇണക്കിക്കൊണ്ടിരിക്കുക.
ദൈവമില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് പല കാര്യങ്ങൾ. ഈയിടെ അമേരിക്കയിൽ നിന്ന് വന്ന ഒരമ്മ ധ്യാനിക്കാൻ വന്നതാണ്. ആ അമ്മ വന്നിട്ട് എന്നോട് പറയുകയാണ്, എൻ്റെ 3 മക്കളുണ്ട്. അമേരിക്കയിലെ ഹൂസ്റ്റൺ എന്ന സ്ഥലത്താണ് അവർ ജീവിക്കുന്ന 3 പെൺമക്കൾ. 3 പേരും ഡോക്ടേഴ്സാണ്. മൂത്തയാളിന് 40 വയസ്സ് കഴിഞ്ഞു. എല്ലാവർക്കും 30 വയസ്സിന് മേളിൽ പറയും. എല്ലാവരും ഡോക്ടേഴ്സാണ്, എല്ലാവരും ജോലി ചെയ്യുന്നു. 3 പേരും കല്യാണം കഴിച്ചിട്ടില്ല. അമേരിക്കക്കാരെ പോലെയാണ് ജീവിക്കുന്നത്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, മനസ്സിലായല്ലോ. അമേരിക്കക്കാരെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പം കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല. അവളും ആ അമ്മ പറയുക, മക്കളെല്ലാം കൈവിട്ടുപോയി. ഒന്നും പള്ളിയിൽ പോകില്ല, കുമ്പസാരമില്ല, കുദാശയില്ല, പ്രാർത്ഥനയില്ല, എല്ലാം ലോകത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. അമ്മ കണ്ണുനീരിനകത്ത. ഈ അമ്മച്ചിയും പ്രായമുള്ള അപ്പനും കൂടെയുണ്ട്. 2 പേരും വീട്ടിലുണ്ട്. മക്കളൊന്നും വീട്ടിൽ വരാതൊന്നുമില്ല. വല്ലപ്പോഴും കയറി വന്നു. അവർ അവരുടെ വഴിക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, ലഹരി, കഞ്ചാവ്, സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലേച്ഛകരമായ ജീവിതം, പെൺകുട്ടികൾ വിവാഹത്തിന് മുൻപ് തന്നെ തെറ്റായ ജീവിതം, അബോർഷൻ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ നടക്കുന്നുണ്ട്. അത് കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് വിശ്വാസമില്ലാത്ത തലമുറ, വഴി പിഴച്ച തലമുറകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ബൈബിൾ കൺവെൻഷൻ ആയിരുന്നു. ഞായറാഴ്ച തീർന്ന്. പത്തനംതിട്ട ഇന്നോളം കാണാത്ത ജനക്കൂട്ടം ആ ദിവസം തന്നെ വന്നു. ആ ദിവസം തന്നെ പന്തൽ നിറഞ്ഞു കവിഞ്ഞു. വലിയ അനുഗ്രഹമായിരുന്നു. 2ാമത്തെ ദിവസം ഞാൻ പാപത്തിന് ക്ലാസ് കൊടുത്തു. പിറ്റേ ദിവസം കുമ്പസാരമുണ്ട്. ലാസ്റ്റ് ദിവസം കുമ്പസാരം വെച്ചിരുന്നു. കാരണം ജനം അതുപോലെ കുമ്പസാരിക്കാൻ ഇടിച്ചു നിൽക്കുക. ആയിരങ്ങൾക്ക് കുമ്പസാരിക്കണ്ടേ. ഇടയ്ക്ക് ഞാൻ കണ്ടു അവിടുത്തെ പിതാവ് ഉടുപ്പൊക്കെ എടുത്ത് ഇറങ്ങിപ്പോകുന്നുണ്ട്. കുർബാന കഴിഞ്ഞപ്പോൾ പിന്നെ പിതാവ് വന്നു. പിതാവ് എന്നോട് പറയുക, കുമ്പസാരിപ്പിക്കാൻ അച്ഛന്മാർ തികയുന്നില്ല. അപ്പം ഞാനോട് കുമ്പസാരിപ്പിക്കാൻ പോയിരുന്നു. എന്നിട്ട് പിതാവിനോട് ഇങ്ങനെ പതുക്കെ പറയുക, നല്ല സൂപ്പർ കുമ്പസാര, എല്ലാം നിലവിളിച്ച കരഞ്ഞ കുമ്പസാരിക്കുന്ന. അച്ഛന്മാരും എന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇതുപോലൊരു കുമ്പസാര ആദ്യം നിൽക്കുക, എല്ലാം കരഞ്ഞ് നിലവിളിച്ച കുമ്പസാരിക്കുന്നത്. പത്തനംതിട്ടയിൽ ഞായറാഴ്ച വരെ എന്ന കൺവെൻഷൻ്റെ അനുഭവം പറയുന്നത്. ഇവിടുത്തെ പിതാവിനെ പറയുക, അനുദപിച്ച് കരഞ്ഞാണ് ആണ് പെണ്ണും കുമ്പസാരിക്കുന്നത്. അതുപോലെ ഒരു പരിശുദ്ധാത്മാ അഭിഷേകം അവിടെ ഇറങ്ങി. ഇന്നോളം പത്തനംതിട്ട കാണാത്ത വലിയ ഒരു ജനക്കൂട്ടമായിരുന്നു അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശ്വാസമില്ലാത്ത തലമുറയ്ക്ക് മുൻപിൽ ദൈവം അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിച്ചു. ശക്തമായ വചനം അവിടെ ഹൃദയത്തെ കീറി പിളർന്നു. മാനസാന്തരത്തിൻ്റെ ആഴമായ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നയിക്കുകയായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസമില്ലാത്ത തലമുറ, വഴിപിഴച്ച തലമുറ, കർത്താവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സങ്കടവും അതുതന്നെയാണ്. വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സമൂഹം, വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരു സമുദായത്തെ ഓർത്ത്, ഒരു സമൂഹത്തെ ഓർത്ത് ദൈവം വേദനിക്കുക. എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും, എത്ര കാലം നിങ്ങളോട് ഞാൻ ക്ഷമിക്കും. വിശ്വാസ ജീവിതം വിട്ട് തോന്നി മാസം ജീവിക്കുന്നതോർത്തോ കർത്താവ് ചോദിക്കുക, എത്ര കാലം നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കും, എത്ര കാലം ഞാൻ ക്ഷമിക്കും നിങ്ങളോട്, കർത്താവ് ചോദിക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ ക്ഷമയെ ആരും പരീക്ഷിക്കരുത്. നമുക്ക് തിരിച്ചു വരാം. യേശു അവനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ചു വെച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. അവർ ചോദിക്കുക, എന്തുകൊണ്ടാണ് പിശാചിനെ പുറത്താക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് പിശാചിനെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തി കുറവ്, വിശ്വാസത്തിൻ്റെ ബലക്കുറവ്, ഉറപ്പേറിയ വിശ്വാസമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ പറ്റാതെ പോയത്. നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം
വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കടുകുമണിയോളമുള്ള വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അത് അർത്ഥമാക്കുന്നത്? കടുകുമണി കുഞ്ഞു വിത്താണ്, അത് തിങ്ങി നിറഞ്ഞ കുഞ്ഞു വിത്ത. പക്ഷെ അത് പാകിക്കഴിഞ്ഞാൽ അത് കിളുത്ത് വരുമ്പോൾ ഒരു ചെടിയായിട്ട് വളർന്നു വരും. ശരിയല്ലേ? കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വീണ വിശ്വാസത്തിൻ്റെ ഒരു വിത്ത്, വിശ്വാസത്തിൻ്റെ ഒരു വിത്ത് വീണു. അത് നമ്മുടെ ഹൃദയത്തിൽ പൊട്ടിമുളയ്ക്കണം. അതൊരു ചെടിയായിട്ട്, ഒരു കടുക് ചെടി വളരുന്ന പോലെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വളർന്നങ്ങോട്ട് പന്തലിക്കണം. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം തിങ്ങി നിറയുന്ന ഒരു വിശ്വാസമായിട്ട് മാറണം. കടുകുമണി കുഞ്ഞുവിത്ത, അത് പാകി, അത് കിളുത്ത്, എന്നാൽ നമ്മുടെ ഉള്ളിൽ വീണ വിശ്വാസം. ഇപ്പം നിങ്ങൾ ഇവിടെ അത്ഭുതമായ രോഗശാന്തികൾ കണ്ടില്ലേ? അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിച്ചോ? അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തിൻ്റെ വിത്ത് വീണു, അത് പൊട്ടിമുളയ്ക്കണം. ഇതുപോലെ ഇനിയും നടക്കും, ഇതിന് വലിയ അത്ഭുതം നടക്കും. വിശ്വാസം അങ്ങോട്ട് വലുതാണ്. അങ്ങനെ നമ്മുടെ ഹൃദയം നിറയെ, ഉള്ളു നിറയെ, മനസ്സ് നിറയെ വിശ്വാസം അങ്ങോട്ട് നിറയണം. കടുകുമണി പൊട്ടിമുളച്ച് വിശ്വാസം വളരുന്ന പോലെ വിശ്വാസം നിങ്ങൾ പിന്നെ ഹൃദയത്തിൽ വിശ്വസിക്കണം. അന്ധന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, തളർവാതിരുകൾ നടക്കും, ക്യാൻസർ മാറും, ട്യൂമർ വിട്ടുപോകും. വിശ്വസിക്കണം. അത് നമ്മുടെ ഉള്ളിൽ വിശ്വാസം തിങ്ങുകയാണ്. പല സംഭവങ്ങൾ നമ്മൾ കണ്ടത് നമ്മുടെ ഉള്ളിൽ പൊട്ടിമുളച്ച് വിശ്വാസമുള്ള കൊണ്ട് നിറയണം. ഈ വിശ്വാസത്തിൻ്റെ വളർച്ചയാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ ഹൃദയം നിറയെ വിശ്വാസം, അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് നിറഞ്ഞു. നമ്മൾ യേശു ചെയ്ത വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടു. ഉള്ളിൽ വിശ്വാസം നിറയണം. ഈ വിശ്വാസത്തെ എടുത്തുകൊണ്ട് പോകാൻ സാത്താനെ അനുവദിക്കരുത്. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ പറയണം, ക്യാൻസറോട് പറയണം, സോയിക്ക് ക്യാൻസർ സൗഖ്യപ്പെടുത്തണം യേശുവേ, ഞാനും അങ്ങയുടെ മകനാ, അങ്ങയുടെ മകളാ, എൻ്റെ ക്യാൻസർ സൗഖ്യപ്പെടുത്തണം. പറയാവോ? അതാ വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയണം. നമുക്ക് പറയാം, ചോദിക്കാൻ നമ്മുടെ ദൈവത്തോട് ചോദിക്കുന്നതിന് മടിയൊന്നുമില്ല. നമ്മുടെ ദൈവം ഒരു ഭീകരനാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അങ്ങനെ ഒരു സങ്കല്പം പാടില്ല. ശിക്ഷിക്കുന്നവനാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ഇങ്ങനെ മാലാഖമാർ ഇത് കണക്കെഴുതിക്കൊണ്ടിരിക്കുകയാണ് പുസ്തകത്തിൽ. അവൻ കള്ളം പറഞ്ഞു, അത് ചെയ്തു, ഇത് ചെയ്തു, മൊത്തം. അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നമ്മൾ എന്നാ തെറ്റ് ചെയ്താലും കർത്താവിനറിയാം. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന സാബു ആർതൊട്ടി മരിക്കുന്നത് വരെ എന്തൊക്കെ തെറ്റ് ചെയ്യുമെന്നുള്ളത് യേശുവിനറിയത്തില്ലേ? അറിയാമോ? അതറിഞ്ഞുകൊണ്ട് തന്നെയാ യേശു എന്നെ സ്നേഹിക്കുന്നതും യേശു എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതും. നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. നിങ്ങൾക്ക് എന്ത് കുറവ് സംഭവിക്കുന്ന യേശുവിനറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെ യേശു നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതാ സ്നേഹം. നിങ്ങളുടെ മക്കള് എന്നെ കുഴപ്പക്കാരാണേലും സ്നേഹിക്കല്ലേ? ഞങ്ങളുടെ നാട്ടിലെ അമ്മമാരും അപ്പന്മാരൊക്കെ അങ്ങനെ കേട്ടോ. നിങ്ങൾ അങ്ങനെയാണോ? അല്ലേ? നമ്മുടെ മക്കൾ എന്നാ കുഴപ്പം കാണിച്ചിട്ട് വന്നാലും തെറ്റാ നമ്മൾ പറയും, ചിലപ്പോൾ വടക്കൊക്കെ സംഭവിക്കും. എന്നാലും സ്നേഹം ഉള്ളിലില്ലേ? അല്ലേ ലിയ? യേശുവിന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്തൊക്കെ കുറവുണ്ടെങ്കിലും, നീ എന്തൊക്കെ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിലും യേശുവിന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അടുത്ത് വിളിച്ചിട്ട് പറയും, മോനെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ നീ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്കൊരു സങ്കടം കേട്ടോ, നീ അങ്ങനെ ചെയ്യരുത് എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് ഈശോ നമ്മളെ കെട്ടിപ്പിടിക്കും. ഈശോ സ്നേഹം കൊണ്ടാണ് നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? അതെ. അതുകൊണ്ട് ഒരു ശിക്ഷിക്കുന്ന ഒരു ദൈവം ആണ് യേശു, അല്ലെ നമ്മളെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ നരകത്തിൽ കളയും, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാൻ വരട്ടെ. ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. അനന്തമായ സ്നേഹം ആ കുരിശിൽ കാണുന്നത്. ആ കുരിശിൽ നിന്നൊഴുകുന്ന ആ സ്നേഹത്തിൻ്റെ വില, ആ കരുണയുടെ വില, അത് നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹം മനസ്സിലാക്കിയാൽ, ആ കരുണ മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ ഒരിക്കലും പാപത്തിൻ്റെ വഴിയിൽ പോകത്തില്ല. ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകത്തില്ല. കാരണം യേശുവിനെ വിട്ടു പോവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത്രമാത്രം യേശു നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കടുക മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുക് മണിയോളം വിശ്വാസം, കടുക് പൊട്ടിമുളച്ചൊരു ചെടിയായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ വീണ വിത്ത് അത് വളരണം, വിശ്വാസം വളരണം. തിങ്ങി നിറയുന്ന വിശ്വാസം, തിങ്ങി നിറയുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. എന്നിട്ടോ മലയോട് മാറി
പോവുക എന്ന് പറഞ്ഞാൽ മല മാറിപ്പോകും. മല എന്താണ്? മല എന്താണ്? ഈ മല എന്ന് പറയുന്നത്, നമ്മൾ മല കണ്ടിട്ടുണ്ട് അല്ലേ? മലകൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ മല കൊണ്ട് അർത്ഥമാക്കുന്നത്? എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? അവിടെ ഇപ്പോൾ കോട്ടയത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകന് എൻ്റെ അടുക്കൽ വന്ന് പങ്കുവെച്ച ഒരു അനുഭവമാണ്. ദുബൈയിലെ മറ്റോ ബിസിനസ്സോ കാര്യമൊക്കെ ആയിരുന്നു. എല്ലാം പൊളിഞ്ഞു. രണ്ട് കോടിക്കണക്കിന് രൂപ, ഒരു സംഖ്യ പറഞ്ഞിട്ട് 200-300 കോടി രൂപ കടബാധ്യത. അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇന്നലെ പറഞ്ഞു. അല്ലെങ്കിൽ അടുത്ത നാളിൽ മറ്റൊരു സംഭവം ഇങ്ങനെ വന്ന് പറഞ്ഞാണ്, ബിസിനസ്സുകാർ ഗൾഫിലായിരുന്നു, മൊത്തം പൊളിഞ്ഞു. 800 കോടി രൂപ കടബാധ്യത. 800, ഖത്തറിലാണല്ലോ, ജയിലില്ല. 800 കോടി രൂപ കടബാധ്യത. തകർന്നു പോയി. 800 കോടി. ഇതുപോലെയൊക്കെ തകർന്നു പോകുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം നമ്മുടെ മുൻപിലും പല പ്രശ്നങ്ങളുമുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ മുൻപിൽ നമുക്ക് പരിഹരിക്കാനാവാത്ത നമ്മുടെ പ്രശ്നങ്ങൾ. എനിക്ക് എൻ്റെ കഴിവില്, എൻ്റെ ബുദ്ധിയില്, എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് പരിഹരിക്കാനാവാത്ത എൻ്റെ മുന്നിൽ നിൽക്കുന്ന വലിയൊരു പ്രശ്നം. എനിക്ക് പറ്റുന്നില്ല. 2 കോടി അല്ല 5 കോടി രൂപ കടമുണ്ട്. എല്ലാം വിറ്റാലും കടം തീരാത്ത അവസ്ഥ. വലിയ പ്രശ്നമല്ലേ? മല പോലെ ഒരു പ്രശ്നം. ശരിയാണോ? മാരകമായ ഒരു രോഗം വന്നു. ഡോക്ടർമാർ പറഞ്ഞു, ചേട്ടാ പ്രതീക്ഷിക്കാനൊന്നുമില്ല കേട്ടോ, പരമാവധി ഒരു 2 മാസം, അതിനപ്പുറത്തേക്കൊന്നും പോവുകയില്ല. അതാണ് അവസ്ഥ. അത് വലിയ പ്രശ്നമായി. ശരിയാണോ? ആണോ? ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ. ഇന്നലെ ഒരു പെൺകുട്ടി ഒത്തിരി സങ്കടം തോന്നി കേട്ടോ, പാവം. 29 വയസ്സ് പ്രായം. ഇന്നലെ വൈകിട്ട് ഞാൻ പ്രാർത്ഥിച്ചാണ്. അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടിയാണ്. അതും എൻ്റെ അമ്മയൊക്കെ ഉണ്ട്. നല്ല മിടുക്കിയൊരു പെങ്കൊച്ച്, കണ്ടാൽ നല്ല വൃത്തിയുണ്ട്, മുഖമൊക്കെ നല്ല ഒരു വെട്ടമുള്ളൊരു കൊച്ചാണ്. ആ അമ്മയും മോളും കൂടെ ക്യൂ നിൽക്കുക പ്രാർത്ഥിക്കാനാണ്. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? കരയുക. അവളുടെ 2 ഓവറികളും ട്യൂബുകളും കട്ട് ചെയ്ത് കളഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായുള്ളൂ, മക്കളില്ല. 2 ഓവറികളും ട്യൂബിലും ക്യാൻസർ വന്നു. അതായത് ഒരു ഓവറിക്ക് ട്യൂബിന് ക്യാൻസർ വന്നു. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു മറ്റേനും വരാൻ സാധ്യത, അത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞു. മൊത്തം എടുത്ത് കളഞ്ഞു. ഇപ്പം ഡോക്ടർമാർ പറയുന്നു ഗർഭപാത്രം കൊണ്ട് നീക്കേണ്ട സ്ഥിതിയാണെന്ന് പറഞ്ഞിരിക്കുക. 29 വയസ്സുള്ളൊരു പെങ്കൊച്ച്. സങ്കടം തോന്നി, പാവം കരയുക. ഗർഭപാത്രം കൊണ്ട് നീക്കണമെന്ന് പറഞ്ഞിരിക്കുക. എന്തെല്ലാമാണ് ഉണ്ടോ അവരുടെ ജീവിതത്തിൽ? അത് വലിയ ഒരു പ്രശ്നമാണ്. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പരിഹാരവും മനുഷ്യന് നിർദ്ദേശിക്കാനാവാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് ആ കൊച്ചിൻ്റെ ജീവിതം. അത് നിൽക്കുക വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഇന്നലെ ഗർഭപാത്രം സൗഖ്യം പ്രാപിക്കാൻ നീക്കം ചെയ്ത ആ ഓവറി ട്യൂബുകൾ വീണ്ടും സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉണ്ടാവുമോ? നീക്കം ചെയ്ത ഓവറികളിൽ ട്യൂബുകൾ ഉണ്ടാവുമോ? ഉണ്ടാവും. നമുക്ക് അനുഭവമുണ്ട്. എൻ്റെ ടീമിലുള്ള മോൻസി എന്നൊരു മകനുണ്ട്. ടീമങ്ങോ മോൻസിയുടെ ഭാര്യ മെൽബിയുടെ വിശാഖപട്ടണത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ അവളുടെ ഓവറികളിൽ രോഗം ബാധിച്ചു. അങ്ങനെ ഓവറികൾ ഒക്കെ നീക്കം ചെയ്തു. ഞാനന്ന് കോട്ടയത്ത് ധ്യാനം നടത്തുന്ന അവസരം ഇവള് അവിടെ ധ്യാനിക്കാനായിട്ട് വന്നു. ധ്യാനിക്കാൻ വന്ന ആ സഹോദരി, ഞാൻ ഏതോ ബ്രേക്ക് സമയത്ത് വരാന്തിലൂടെ വരുമ്പോൾ ഓടി ഇവള് എൻ്റെ അടുക്ക ഒന്ന് പ്രാർത്ഥിക്കാനുണ്ട്. അവൾ വന്നപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ചോദിച്ചത് കർത്താവ് നിനക്ക് തന്നു കഴിഞ്ഞു. അവൾ പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഉടനെ ആത്മാവിനോട് പറഞ്ഞു, നീ ചോദിച്ചത് കർത്താവ് നിനക്ക് തന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനോട് പറയുക. ഉടനെ അവൾ പറഞ്ഞു, എൻ്റെ ഓവറുകളൊക്കെ നീക്കം ചെയ്ത ഒരു വിവാഹ ജീവിതമോ കുഞ്ഞുങ്ങളോ ഒന്നും സാധ്യതയില്ല. ഞാൻ അവിടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ കർത്താവ് നിനക്ക് ഓവർ തന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. ആ ധ്യാനം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചുപോയി. വിശാഖപട്ടണത്താണ് ജോലി. അത് കഴിഞ്ഞ് ഡൽഹിയിലോ കണ്ടാണെന്ന് തോന്നുന്നു. എന്ന് പോവട്ടെ, പിന്നീട് പരിശോധിക്കുമ്പോൾ, സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർമാരുടെ റിപ്പോർട്ട് പറയുന്നു, അങ്ങനെ ഒരു ഓപ്പറേഷൻ അവൾക്ക് നടന്നിട്ടില്ല. നീക്കം ചെയ്ത ഓവറുകള്, ട്യൂബുകൾ അവിടെ തന്നെ ഉണ്ട്. ജീവിക്കുന്ന സാക്ഷ്യവ. ഓവറുകള്, ട്യൂബുകൾ അവിടെയുണ്ട്. ഇപ്പൊ ഒരു പെൺകുഞ്ഞിനെ കർത്താവ് കൊടുത്തു, വന്ന് സാക്ഷ്യം പറഞ്ഞു. ഓവറുകളെ ട്യൂബെല്ലാം കർത്താവ് തിരിച്ചു കൊടുത്തു. ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു, 2 വയസ്സ് കഴിഞ്ഞ കുഞ്ഞിനെ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മുട്ടാറ് കൺവെൻഷന് നല്ല തീപ്പൊരി സാക്ഷ്യമായിരുന്നു.
അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഒരവയവം ഓപ്പറേഷനോടെ നീക്കം ചെയ്താൽ അത് പുനഃസൃഷ്ടിക്കത്തില്ലെന്നൊന്നും ആരും വിശ്വസിക്കണ്ട. പുനഃസൃഷ്ടിക്കാൻ കർത്താവായ യേശുവിന് സാധിക്കും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിനാണോ ഒരു ഓവറി, ഒരു ഗർഭപാത്രം സൃഷ്ടിക്കാൻ പ്രയാസം? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിയിൽ കേട്ടോ. നമ്മുടെ പ്രശ്നം എത്ര വലുതുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തെ നിമിഷ നേരം കൊണ്ട് പരിഹരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കുമെന്ന് പ്രത്യാശയുടെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കണം. അതാ വിശ്വാസം. ആരൊക്കെ നടക്കത്തില്ലെന്ന് പറഞ്ഞാലും വാ തുറന്ന് നമ്മൾ പറയണം, നടക്കും. എൻ്റെ യേശുവിന് കഴിയാത്ത ഒരു കാര്യമില്ല, എൻ്റെ കർത്താവിന് സാധിക്കാത്തതൊന്നുമില്ലെന്ന് എവിടെയും ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് പറയാൻ പറ്റണം. ഹല്ലേലൂയ. അതാ വിശ്വാസം. ഹല്ലേലൂയ. സൗഖ്യത്തിന് സാക്ഷ്യം കേൾക്കാം. മോൻസിയെ കർത്താവ് തൊട്ടതും മെൽബിക്ക് വേണ്ടിയാണ് കർത്താവ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു അത്ഭുതം ചെയ്ത് നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് മോൻസി എന്നാണ്. ഞാൻ മുട്ടാറ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമായിരുന്നു, ദുബൈയിൽ ജോലി ചെയ്യുമായിരുന്നു. ആ സമയത്ത് എൻ്റെ വിവാഹമൊക്കെ നിശ്ചയിച്ച് ഞാൻ നാട്ടിൽ വന്നു. എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഞാൻ ബൈക്കുമായിട്ട് ചങ്ങനാശ്ശേരിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ മനക്കച്ചിറ എന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ബൈക്ക് ഒരു മിനി ബസ്സുമായിട്ട് ഇടിക്കുകയും എൻ്റെ തലയിൽ 3 പൊട്ടലുണ്ടായി, ഇൻറ്റേർണൽ ഇഞ്ചുറി. അങ്ങനെ എനിക്ക് ബോധമില്ലാതായി. ഏകദേശം 3 മാസത്തോളം ഞാൻ ബോധമില്ലാതെ കിടക്കുകയുണ്ടായി. വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലാണ് എന്നെ ചികിത്സിച്ചത്. അതിനുശേഷം എനിക്ക് ബോധമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മണമോ രുചിയോ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിരുന്നു. മണമോ അറിയില്ല, ഒരു ടേസ്റ്റും അറിയില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് സഹോബ്രദറിൻ്റെ ധ്യാനം 2009 എൻ്റെ ഇടവപ്പള്ളിയായ സെൻറ്റ് തോമസ് പള്ളി വെച്ച് നടത്തുകയുണ്ടായി. ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം സഹോബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ തൊട്ടു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ശരീരത്തിലൂടെ ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം സഹോദരർ പറഞ്ഞു, മോൻ്റെ അസ്വസ്ഥതകളൊക്കെ ദൈവം എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ എനിക്ക് അമ്മ ചായ കുടിക്കാൻ തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അസുഖങ്ങളൊക്കെ മാറിയെന്ന് മനസ്സിലായി. കാരണം എനിക്ക് മണം അറിയാൻ പറ്റി. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ മധുരവും ടേസ്റ്റും ഒക്കെ നല്ല കൃത്യമായിട്ട് അറിയാൻ പറ്റി. അങ്ങനെ യേശുവിനെ തൊട്ടു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് മെൽബി. ഞാൻ ഇപ്പോൾ സൗദി ജോലി ചെയ്യുന്നു. എനിക്ക് 2007 ഒരു ഭയങ്കരമായ വയറുവേദന വന്നു. വയറുവേദനയെ തുടർന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നേഴ്സിങ്ങിന് ആയിട്ട്. വയറുവേദനയെ തുടർന്ന് അവിടുത്തെ ഞങ്ങൾ പഠിക്കുന്നത് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അന്നേരം അവർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു എന്തോ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണെന്ന് പറഞ്ഞു. അവർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നു. പിന്നെ എമർജൻസി ആയിട്ട് എന്നെ സർജറിക്ക് എടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റ് പൊട്ടി അകത്തേക്ക് ബ്ലീഡിംഗ് ആയിരുന്നു. അപ്പം എമർജൻസി ആയിട്ട് സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ അവർക്ക് പക്ഷേ എൻ്റെ ഓവറി ഒരെണ്ണം പ്രിസർവ് ചെയ്യാൻ എന്നുവെച്ചാൽ അവിടെ മൊത്തത്തോടെ റിമൂവ് ചെയ്യേണ്ടി വന്നു. അതായിട്ട് അവിടെ വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഓവറി അന്നേരം എനിക്ക് ഓപ്പറേഷനിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് മുമ്പ് തന്നെ ഞാനിവിടെ സാബുബദറിൻ്റെ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ സാബുബദർ എൻ്റെ ഇങ്ങനെ കാണാൻ വേണ്ടി എല്ലാവരും പോയപ്പോൾ ഞാനും പോയി. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ സാബുബദറിനോട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സാബുബദർ പറഞ്ഞു, മോൾ എന്താഗ്രഹിക്കുന്നു അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥതകളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. എല്ലാ മാസവും ഞാൻ 6 മാസം കൂടുമ്പോഴും ഞാൻ ഓരോ സ്കാൻ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. കാരണം അടുത്ത ഓവറിക്കും ചിലപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. എന്നിട്ട് സ്കാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്കാനിൽ അവർ പറഞ്ഞു, ഞാനിങ്ങനെ അവരോട് പറഞ്ഞില്ല ഓവർ റിമൂവ് ചെയ്താന്ന് പറഞ്ഞില്ല. പക്ഷേ റിപ്പീറ്റ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, 2 ഓവറിയും നോർമലാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പക്ഷേ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അന്നേരം ഓർത്തുനിന്ന് ചിലപ്പോൾ ഇവർക്ക് തെറ്റി പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച് അടുത്ത വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയും പോയി ടെസ്റ്റ് ചെയ്തു. അന്നേരം ആ സമയത്തും അവരും പറഞ്ഞു 2 ഓവറിയും നോർമൽ എന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബ്രദറിനോട് പറഞ്ഞു സാക്ഷ്യം. അപ്പോൾ ബ്രദർ പറഞ്ഞു ഇപ്പം സാക്ഷ്യം പറയണ്ട, പിന്നെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം മാറി. പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പിള്ളേരുണ്ടാകാൻ ഇച്ചിരി പാടായിരുന്നു.
പക്ഷേ സാബുബദർ പറഞ്ഞിരുന്നു ഉറപ്പായി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് പറഞ്ഞിരുന്നു. 6 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ. അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ. അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ.